ജീവിതം പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? എങ്കിൽ നമുക്ക് സെഗ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? മയിലിന്റെ പേരെന്താ? എമിൻ റോസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പുളിങ്കര. മീനിന്റെയോ? ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുച്ചിക്കാട്. താറാവിന്റെ പേരെന്താ? ജവാൻ ജെയിംസ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർ. ജിറാഫിന്റെ പേരെന്താ? ജുവൽ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? കുറ്റിക്കാട്. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? ഇന്ന് നമുക്ക് ലോത്തിന്റെ കഥ കേട്ടാലോ? അബ്രാഹത്തിൽ നിന്നും പിരിഞ്ഞുപോയ ലോത്ത് സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളിലാണ് താമസിച്ചിരുന്നത്. അവിടെയുള്ള ആളുകളെല്ലാം വളരെയധികം സമ്പന്നരായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവഭയം അവർക്ക് തീരെയില്ലായിരുന്നു. അവർ പാപത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് ദൈവത്തിന്റെ അരികിലെത്തിയിരുന്നു. അങ്ങനെ ലോത്തിന്റെ നഗരത്തിലുള്ള ആളുകളെ ശിക്ഷിക്കുന്നതിനായി ദൈവദൂതൻ ഭൂമിയിലേക്ക് വന്നു. ദേവദൂതൻ ആദ്യം അബ്രാഹത്തിന്റെ അടുക്കിലെത്തി. അബ്രാഹത്തിന്റെ അരികിലെത്തി ദേവദൂതന്മാരെ അബ്രാഹം വലിയ വിരുന്നൊരുക്കി സ്വീകരിച്ചു. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം ദേവദൂതന്മാർ എഴുന്നേറ്റ് ലോത്തിന്റെ നഗരത്തിലേക്ക് പോകുവാൻ തയ്യാറായി. അപ്പോൾ ദേവദൂതൻ അബ്രാഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ലോത്തിന്റെ നഗരത്തിലേക്ക് പോകുകയാണ്. അവിടെയുള്ള ആളുകൾ വളരെയധികം പാപം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ നഗരത്തെ നശിപ്പിക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി. ഇത് കേട്ടതും അബ്രാഹം ദേവദൂതന്മാരോട് ചോദിച്ചു, ആ നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ നീതിമാന്മാരെയും ആ നഗരത്തിന്റെ കൂടെ നശിപ്പിക്കുമോ? അതോ ആ നീതിമാന്മാരെ പ്രതി ആ നഗരത്തെ രക്ഷിക്കുമോ? അപ്പോൾ ദേവദൂതന്മാർ അബ്രാഹത്തിനോട് പറഞ്ഞു, ആ 50 നീതിമാന്മാരെ പ്രതി ഞങ്ങൾ ആ നഗരത്തെ നശിപ്പിക്കുകയില്ല. അപ്പോൾ വീണ്ടും അബ്രാഹം ദേവദൂതന്മാരോട് ചോദിച്ചു, ആ 50-ൽ 5 പേര് കുറവാണെങ്കിലോ? അപ്പോൾ ദേവദൂതൻ അവരോട് മറുപടി പറഞ്ഞു, 45 പേരെ ഉള്ളെങ്കിൽ പോലും അവരെ പ്രതി ആ നഗരത്തെ ഞങ്ങൾ നശിപ്പിക്കുകയില്ല. അപ്പോൾ വീണ്ടും അബ്രാഹം ചോദിച്ചു, 30 പേരാണ് ആ നഗരത്തിലെ നീതിമാന്മാരെങ്കിലോ? അപ്പോൾ ദേവദൂതൻ പറഞ്ഞു, 30 പേരെ പ്രതി ഞങ്ങൾ ആ നഗരത്തെ നശിപ്പിക്കുകയില്ല. അപ്പോൾ പിന്നീട് വീണ്ടും അബ്രാഹം ദേവദൂതന്മാരോട് ചോദിച്ചു, 20 പേരെ ആ നഗരത്തിൽ നീതിമാന്മാരായി ഉള്ളുവെങ്കിലോ? അപ്പോൾ എന്തായിരിക്കും ദേവദൂതന്മാർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? 20 പേരെ പ്രതിയും ആ നഗരത്തെ നശിപ്പിക്കുകയില്ല. അപ്പോൾ അബ്രാഹം ഒരിക്കൽ കൂടിയായി ചോദിച്ചു, ഞാൻ എന്തായാലും അങ്ങയോട് സംസാരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, ആ നഗരത്തിൽ 10 നീതിമാന്മാരെ ഉള്ളുവെങ്കിൽ അങ്ങ് ആ നഗരത്തെ നശിപ്പിക്കുമോ? അപ്പോൾ ദൈവം പറഞ്ഞു, 10 പേരെ പ്രതി ഞാൻ ഒരിക്കലും ആ നഗരത്തെ നശിപ്പിക്കുകയില്ല. അങ്ങനെ ലോത്തിന്റെ നഗരത്തിലേക്ക് ദേവദൂതന്മാർ യാത്ര തിരിച്ചു. ദേവദൂതന്മാർ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ലോത്ത് നഗര കവാടത്തിൽ ഇവരെ സ്വീകരിക്കുന്നതിനായി എത്തിച്ചേർന്നു. ലോത്ത് അവരെയും സ്വീകരിച്ച് തന്റെ ഭവനത്തിലേക്ക് പോയി. അന്ന് രാത്രി ലോത്തിന്റെ ഭവനത്തിലാണ് ദേവദൂതന്മാർ താമസിച്ചത്. അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന സമയമായപ്പോൾ ആ നഗരത്തിലുണ്ടായിരുന്ന എല്ലാ യുവാക്കളും പ്രായം ചെന്ന പുരുഷന്മാരെല്ലാവരും ലോത്തിന്റെ ഭവനത്തിന്റെ വാതിൽക്കൽ ഒരുമിച്ചുകൂടി. അവരെല്ലാവരും എന്തിനായിരിക്കും വന്നിരിക്കുന്നത്? പാപം ചെയ്യുന്നതിനായിട്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ലോത്ത് വീടിന്റെ പുറത്തിറങ്ങി വാതിലടച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പാപം ചെയ്യരുത്. നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ പാപം ചെയ്യുകയാണ്. അത് വളരെയധികം തിന്മയാണ്. അതുമല്ല, ഇപ്പോൾ എൻ്റെ ഭവനത്തിലുള്ള 2 പേർ എൻ്റെ അതിഥികളാണ്. അവരോടൊരിക്കലും നിങ്ങൾ ഈ പാപം ചെയ്യുവാൻ പാടില്ല. അപ്പോൾ ആ നാട്ടുകാർക്ക് അതത്ര പിടിച്ചില്ല. അവർ ഉടനെ ലോത്തിനോട് ചോദിച്ചു, പുറത്തുനിന്ന് വന്ന ഒരാൾ ഞങ്ങളെ നീതി പഠിപ്പിക്കുകയാണോ? അവർ ഉടനെ ലോത്തിനെ ആക്രമിക്കുവാൻ തുടങ്ങി. അപ്പോൾ വീടിനകത്തുണ്ടായിരുന്ന ദേവദൂതന്മാർ ഉടനെ ലോത്തിനെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ച് വാതിലടച്ചു. അപ്പോൾ തന്നെ ദേവദൂതന്മാർ അവിടെ മുഴുവൻ ഇരുട്ടാക്കി. അപ്പോൾ പുറത്തുണ്ടായിരുന്നവർക്ക് ഒന്നും തന്നെ കാണുവാൻ സാധിച്ചില്ല. അവർ വാതിൽ എവിടെയാണെന്ന് ആ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു. അപ്പോൾ തന്നെ ദേവദൂതൻ ലോത്തിനോട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തെയും ബന്ധുക്കളെയും വിളിച്ച് ഈ നാട്ടിൽ നിന്നും നാളെ അതിരാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുക. അങ്ങനെ ലോത്ത്
അതിരാവിലെ തന്നെ എഴുന്നേറ്റ് തൻ്റെ മക്കളെ കല്യാണം കഴിക്കുവാനായിരുന്ന വീട്ടിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു. പക്ഷെ അവര് ഈ കാര്യത്തിലൊന്നും വിശ്വസിച്ചില്ല. ലോത്ത് വീട്ടിൽ തിരിച്ചെത്തിയതും വീട്ടിലുള്ള ആളുകൾക്കൊന്നും ആ നഗരം വിട്ടു പോകുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതറിഞ്ഞ ദേവദൂതൻ അവരെ എല്ലാവരെയും നഗരത്തിന്റെ പുറത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ദേവദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, ഈ നഗരത്തെ നശിപ്പിക്കുവാനായി ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാണുന്ന മലമുകളിലേക്ക് നിങ്ങൾ ഓടിപ്പോവുക. അപ്പോൾ ലോത്ത് ദേവദൂതനോട് പറഞ്ഞു, ആ കാണുന്ന മലമുകളിലേക്ക് ഓടിക്കയറുവാൻ എൻ്റെ ആരോഗ്യം എന്നെ സമ്മതിക്കുകയില്ല. അതിനാൽ അടുത്ത് കാണുന്ന ആ പട്ടണത്തിലേക്ക് ഞങ്ങൾ ഓടിപ്പോയിക്കൊള്ളട്ടെ. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓടുന്നതിനിടയിൽ ആരും പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുവാൻ പാടുള്ളതല്ല. അവർ അത് സമ്മതിച്ച് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുവാൻ തുടങ്ങി. അങ്ങനെ അവർ ഓടി 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 അടുത്തുള്ള ഗ്രാമത്തിലെത്തി. അപ്പോഴാണ് അവർ പുറകേക്ക് തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ അവർ താമസിച്ചിരുന്ന നഗരം മുഴുവൻ കത്തി നശിക്കുകയായിരുന്നു. പുക മാത്രമേ അവർക്ക് കാണുവാൻ സാധിച്ചുള്ളൂ. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, ലോത്തിന്റെ ഭാര്യയെ കാണുന്നില്ല. ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്യുന്ന 2 മക്കളും ലോത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എവിടെ പോയെന്ന് ആർക്കും പിടികിട്ടിയില്ല. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? ലോത്തിന്റെ ഭാര്യ ഓടുന്നതിനിടയിൽ താൻ താമസിക്കുന്ന നാടും നഗരവും വീടുമെല്ലാം ഒരിക്കൽ കൂടി കാണുന്നതിനായി തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തു സംഭവിച്ചു? ലോത്തിന്റെ ഭാര്യ അവിടെ ഒരു ഉപ്പുതൂണായി മാറിത്തീർന്നു. ഇപ്പോഴും ഒരു സ്ത്രീയുടെ ഉപ്പുതൂണ് ആ നഗരത്തിലുണ്ടെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ആ തൂണിന്റെ അടിയിൽ ലോത്തിന്റെ ഭാര്യ എന്ന് എഴുതപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ ലോത്തിന്റെയും മക്കളുടെയും പേടി മാറിയില്ല. അതുകൊണ്ട് തന്നെ ലോത്തും 2 മക്കളും മലമുകളിൽ പോയാണ് താമസിച്ചത്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ മനുഷ്യരാണല്ലേ. മനുഷ്യർ പാപം ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷേ ആ പാപത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മെ നല്ല മനുഷ്യരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരമായി നാം പ്രായശ്ചിത്തം ചെയ്യുക വേണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നില്ലേ പുള്ളിമാൻ പറഞ്ഞ കഥ കേൾക്കാൻ? കൂട്ടുകാരെ, എന്നാൽ നമുക്കൊരു വിശുദ്ധന്റെ വചനം കേട്ടാലോ? സഹായം കൂടാതെ വിശുദ്ധിയില്ല. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു മാലാഖയെ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് പേപ്പർ കപ്പ്, പെയിന്റ്, സിസേഴ്സ്, പെൻ ബ്രഷ്, മാർക്കർ, 1 സ്റ്റാർ, സൂചി നൂല്, തെർമാക്കോൾ ബോൾ, ഗം, ബീഡ്സ്, കളർ പേപ്പർ. ആദ്യമായി നമുക്ക് പേപ്പർ കപ്പ് പെയിന്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാലാഖയുടെ ചെറുകൊണ്ടാക്കാം. ഇനി നമുക്കിത് കത്രിക കൊണ്ട് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് മാലാഖയ്ക്ക് കണ്ണുമുക്കും കൊടുക്കാം. ഇനി നമുക്ക് മാലാഖയുടെ കാലുണ്ടാക്കാം. ഇനി നമുക്ക് മാലാഖയുടെ ചിറക് പേപ്പർ കപ്പിൽ ഒട്ടിക്കാം. ഇനി നമുക്ക് മാലാഖയുടെ തല ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാലാഖയ്ക്ക് കൈ കൊടുക്കാം. ഇനി നമുക്ക് ഈ കൈ പേപ്പർ കപ്പിൽ ഒട്ടിക്കാം. ഇനി നമുക്ക്
മാലാക്കയുടെ കയ്യിൽ സ്റ്റാർ കൊടുക്കാം. ഇനി നമുക്ക് മാലാക്കയ്ക്ക് ക്രൗൺ കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാലാക്ക റെഡി ആയി കഴിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, നമ്മളെ കാണാൻ ഒരു കുസൃതി കൊടുക്ക അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരാണ് ആ കുസൃതി കൊടുക്ക? അന്നമോൾ. എങ്കിൽ നമുക്ക് അന്നമോളുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വന്നാലോ? മാലാക്കേ. ഹായ് അന്നമോളെ. ഹായ് മാലാക്കേ. അന്നമോൾ എന്തിനാ പേടിച്ചോടി വന്നത്? എന്താ എന്റെ അന്നമോൾ കണ്ടത്? അതൊരു ജീവിയാ മാലാക്കേ. അതെന്ത് ജീവിയാ അന്നമോളെ? വീട്ടിലെ ഭിത്തിയിലൊക്കെ കാണുന്ന ഒരു ജീവിയില്ലേ, അതാ മാലാക്കേ. വല കെട്ടി അതിൽ ജീവിക്കുന്ന ജീവിയാണോ അന്നമോളെ? അതേനെ. അന്നമോൾ കണ്ട ആ ജീവിയുടെ പേരെന്താണെന്നോ? എന്താ മാലാക്കേ? ചിലന്തി എന്നറിയപ്പെടുന്ന ഒരിനം ജീവിയാണിത്. 8 കാലുകളുള്ള ചിലന്തിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് അന്നമോളെ. എന്താ അത്? 8 കാലി. നല്ല പേരാണല്ലോ അത്. പിന്നുണ്ടല്ലോ അന്നമോളെ, ഈ 8 കാലി അഥവാ ചിലന്തി ആള് പാവമാട്ടോ. അപ്പൊ അത് കടിക്കൂലേ? ഇല്ലല്ലോ അന്നമോളെ, അതൊക്കെ ആളുകൾ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണെന്നേ. ലോകത്തിലാകമാനമായി 114 ചിലന്തി കുടുംബങ്ങൾ ഉണ്ട്. അതിൽ തന്നെ 3935 ജനുസുകളുമുണ്ട്. അങ്ങനെ ആകെ മൊത്തം 44,906ഓളം ചിലന്തികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലന്തികൾ 2 തരത്തിലുണ്ട്: വല നെയ്യുന്നവയും വല നെയ്യാത്തവയും. വല നെയ്യുന്നവരിൽ ചിലർ ഇരയെ പിടിക്കാൻ വേണ്ടിയും വേറെ ചിലരാണെങ്കിൽ കൂടുണ്ടാക്കാനും മുട്ടസഞ്ചി ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുമാണ് വല നെയ്യുന്നത്. അത് കൊള്ളാമല്ലോ മാലാക്കേ. വേറൊരു സംഗതി അന്നമോൾക്കറിയണോ? എന്താ മാലാക്കേ? നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ചിലന്തികൾക്ക് 8 കണ്ണുകളുണ്ട്. എന്തമ്മോ, 8 കണ്ണുകളോ? അതെന്നെ, 4 വീതമുള്ള 2 നിരയായാണ് അത്തരം ചിലന്തികളുടെ കണ്ണ്. മറ്റുള്ള ചിലന്തികൾക്ക് 2, 4, 6 കണ്ണുകളാണ് ഉള്ളത്. രാത്രി കാഴ്ചയ്ക്കും പകൽ കാഴ്ചയ്ക്കും വെവ്വേറെ കണ്ണുകളാണ് ചിലന്തികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഗുഹകളിൽ കാണുന്ന ഇനം ചിലന്തികൾക്ക് കണ്ണുകളേ ഇല്ല. പാവങ്ങൾ. അത്ര പാവമൊന്നുമല്ല ഇന്ത്യക്ക് പുറത്തെ രാജ്യത്തുള്ള ചില ഇനം ചിലന്തികൾ. മനുഷ്യർക്ക് ഹാനികരമായ വിഷമുള്ള 3 തരം ചിലന്തികൾ ലോകത്തുണ്ട് അന്നമോളെ. അതെവിടെയാ മാലാക്കേ ആ ചിലന്തി ഉള്ളത്? വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള റെക്യൂസ് ചിലന്തിയും ഓസ്ട്രേലിയയിലെ ഫണൽ ചിലന്തിയുമാണ് വിഷമുള്ള ചിലന്തികൾ. ഈ ചിലന്തികൾ എങ്ങനെയാ മാലാക്കേ വലയുണ്ടാക്കുന്നത്? ചിലന്തികളുടെ വയറ്റിൽ 7 തരം സിൽക്ക് നൂൽ ഗ്രന്ഥികളുണ്ട്. ചിലന്തികളുടെ നൂൽ ഉൽപാദന അവയവമായ കൃബല്ലത്തിലൂടെ വളരെയേറെ പ്രത്യേകതകളുള്ളതും പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതുമായ സിൽക്ക് നൂലുകൾ പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തു വരുന്ന നൂലുകൾ പിരിഞ്ഞിരിക്കുന്നതിനായി ചിലർക്ക് കാലിന്റെ അറ്റത്തായി ചീപ്പ് പോലെയുള്ള പല്ലുകളുണ്ട്. സാധാരണയായി അന്നമോൾ കാണുന്ന ഒരു ചിലന്തി നൂൽ ആയിരക്കണക്കിന് ചെറുനൂലുകൾ പിരിച്ചു ചേർത്ത് ഉണ്ടാക്കിയവേ അന്നമോളെ. വല നെയ്യുന്ന ചിലന്തികളുടെ കാലുകളുടെ അറ്റത്തായി 3 നഖങ്ങളുണ്ട്. അതിൽ നടുവിലുള്ള ചെറിയ നഖങ്ങൾ ഉപയോഗിച്ചാണ് വലയിലൂടെ ചിലന്തികൾ നടക്കുന്നത്. വല കെട്ടാത്ത ചിലന്തികളിൽ കാലുടെ അറ്റത്ത് കട്ടിയുള്ള രോമങ്ങൾ കൂടിച്ചേർന്നിരിക്കും. അതുപയോഗിച്ചാണ് അവർ ഭിത്തിയിലൂടെയും മറ്റു മിനുസമുള്ള പ്രതലങ്ങളിലൂടെയും നടക്കുന്നത്. അപ്പോ ഈ ചിലന്തികൾ ഒരു സംഭവമാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? എങ്കിൽ എന്റെ അന്നമ്മൾ ചിലന്തികളെ പേടിക്കാതെ വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. ഇപ്പൊ എന്റെ പേടി പോയി മാലാക്കേ. മിടുക്കി,
എങ്കിൽ പിന്നെ കാണാം അന്നമോളെ. ബൈ മലക്കേ. ബൈ അന്നമോളെ. ബൈ. കൂട്ടുകാരെ, അന്നമോളുടെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? എന്നാൽ നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിവിൻ. സങ്കീർത്തനം 38:4. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നോക്കിയാലോ? ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ബർത്ത്ഡേ ആശംസകൾ. എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ഓക്കേ. അക്ഷരങ്ങൾ രണ്ടും കൂട്ടിമുട്ടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. വാനിയ, എനിക്കൊരു ക്ലൂ തരാമോ? വവൽസിലുള്ള 2 ലെറ്ററാണ്. എയും ഇയും ആണോ? അല്ല. ഇവാനിയ പറയാമോ? ശരി, IO എന്നാണ് അർത്ഥം. അയ്യോ. അയ്യോ. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? എന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമസ്കാരം. എന്റെ പേര് ആൻഡ്രിയ ചൊമ്മ. വിശ്വജ്യോതി സ്കൂളിൽ 3rd സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. കഥകൾ കേൾക്കാനും ഇഷ്ടമാണെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഞാൻ പറയാൻ പോകുന്ന കഥ ബൈബിളിലെ അതിമനോഹരമായ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥയാണ്. പണ്ട് ബത്ലഹേം എന്ന നാട്ടിൽ ദാവീദ് എന്ന ഒരു ബാലകൻ ജീവിച്ചിരുന്നു. അവന് 8 സഹോദരന്മാരുണ്ടായിരുന്നു. 8 സഹോദരന്മാരിൽ അവനായിരുന്നു ഇളയവൻ. പിതാവിന്റെ ആട്ടിൻപറ്റങ്ങളെ നോക്കുന്നതായിരുന്നു അവന്റെ ജോലി. അതിമനോഹരമായി തമ്പുരാൻ മീട്ടി പാട്ടുപാടുവാൻ അവന് അറിയാമായിരുന്നു. അതുമാത്രമല്ല, കല്ലുകളും തെറ്റാലിയും ഉപയോഗിച്ച് ആട്ടിൻപറ്റങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന മൃഗങ്ങളെ ഓടിപ്പിച്ചു വിടുമായിരുന്നു. ഒരു ദിവസം സൗൽ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു ഭടൻ വന്ന് പറഞ്ഞു, രാജാവ് വളരെയധികം കോപിതനാണ്. രാത്രിയിൽ ഉറങ്ങുന്നതിന് ഒന്നും സാധിക്കുന്നില്ല. അതിനാൽ രാജാവിനെ സന്തോഷിപ്പിക്കാൻ നിനക്ക് ഒന്ന് തമ്പുരാൻ മീട്ടാമോ? അവൻ ശരി എന്ന് ഉത്തരം നൽകി. അങ്ങനെ തമ്പുരാൻ മീട്ടി രാജാവിനെ സന്തോഷിപ്പിച്ച ദാവീദിനോട് രാജാവ് ചോദിച്ചു, നിനക്ക് ഈ രാജകൊട്ടാരത്തിൽ താമസിക്കാമോ? അവൻ ശരി എന്ന് ഉത്തരം നൽകി. അങ്ങനെ ഇരിക്കെ പലസ്തീനക്കാർ ഇസ്രായേൽ നഗരം ആക്രമിക്കാൻ വരുന്നു എന്ന വിവരം സൗൽ രാജാവിന് ലഭിച്ചു. പലസ്തീനക്കാരെ തടയാനായിട്ട് സൗൽ രാജാവ് തൻ്റെ പടകളെ പടക്കളത്തിലേക്ക് അയച്ചുവിട്ടു. ഒരു ദിവസം പിതാവിന്റെ ആഗ്രഹപ്രകാരം ദാവീദ് തൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണവുമായി പുറപ്പെട്ടു. ദാവീദിനെ കണ്ട സഹോദരന്മാർ ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ അതിഭയങ്കരമായ ഒരു യുദ്ധം നടക്കാം. നീ വേഗം തിരിച്ചു പോകണം. തൻ്റെ സഹോദരന്മാരുടെ ഭയം കണ്ട് ദാവീദ് കാര്യം തിരക്കി. എന്നിട്ട് അവരുടെ ഭയം കണ്ട് ദാവീദ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എനിക്ക് ഗോലിയാത്തുമായി യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാ. കാരണം ദാവീദിന് ദൈവത്തെ വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം ഇസ്രായേൽ നഗരം യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. സൗൽ രാജാവ് എന്നിട്ട് പറയാം, ഗോലിയാത്താണെങ്കിൽ 10 അടി ഉയരമുള്ള ഒരാൾ, നീയോ വെറും ഒരു ബാലൻ. പക്ഷേ ദാവീദിന്റെ ധൈര്യം ദൈവത്തിലുള്ള വിശ്വാസം കണ്ട് സൗൽ രാജാവ് എന്നിട്ട് യുദ്ധത്തിനായി സമ്മതിച്ചു. അവൻ നദീതീരത്തിൽ നിന്ന് കുറെ കല്ലുകൾ ഒരു വെള്ള തൂവാലയിൽ സൂക്ഷിച്ചു. എന്നിട്ട് നേരെ ഗോലിയാത്തിന്റെ അടുത്ത് ചെന്ന് ഗോലിയാത്ത് അവനെ കണ്ടപ്പോൾ കുടുകുടാ ചിരിച്ചു. എന്നിട്ട് ചോദിക്കുക, നീയാണോ എൻ്റെ ഒപ്പം യുദ്ധം ചെയ്യാൻ വരുന്നത്? ദാവീദ് എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, അതെ, ഞാൻ തന്നെ. എൻ്റെ ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ ഒപ്പം യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാ. അവൻ സൂക്ഷിച്ചു വെച്ച
കല്ലും തെറ്റാലയും എടുത്ത് ഗോലിയാത്തിന്റെ നെറ്റിയിലേക്ക് തൊടുത്തു വിട്ടു. കാറ്റിന്റെ ശക്തിയാൽ ഗോലിയാത്തിന്റെ നെറ്റിയിലേക്ക് കല്ലുകൾ ആഞ്ഞടിച്ചു. ഗോലിയാത്താണെങ്കിൽ തറയിലേക്ക് കമന്നടിച്ചു വീണു. അങ്ങനെ ദാവീദ് ഗോലിയാത്തിനെ യുദ്ധത്തിൽ നിന്ന് തോൽപ്പിച്ചു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താന്ന് വെച്ചാൽ, ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പരീക്ഷകളിലും നമുക്ക് വിജയിക്കാൻ പറ്റും. താങ്ക് യു. കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കൂട്ടുകാരി പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല മെസ്സേജ് ഉള്ള ഒരു കഥയില്ലായിരുന്നു നമ്മുടെ കൊച്ചു കൂട്ടുകാരി പറഞ്ഞേ. എങ്കിൽ ഇവാനിയ, ഞാൻ ഇവാനിയോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. ഹിന്ദിക്കാർ പോക്കറ്റിലിടും, മലയാളികൾ അടുപ്പിൽ വെക്കും. ഏതാണ് അതിന്റെ ഉത്തരം? വിറകാണോ? അല്ല. കലമാണോ? അതെ. ഹിന്ദിയിൽ കലമെന്ന് പറഞ്ഞാൽ പെന്നാണ് അതിന്റെ അർത്ഥം. അതെനിക്കറിയായിരുന്നു, കാരണം ഞാനത് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ. ആണോ? ഇന്ന് കളിമുറ്റത്തിൽ ആര് വരച്ച പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും പാട്ടുകൾ പാടാനും കഴിവുകളും ഉണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimuttmgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിനും നല്ല എപ്പിസോഡുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ.